ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചേമ്പിൽ തന്നെ പല വിധത്തിലുള്ള ചേമ്പുകളുണ്ട്. അതിൽ ചെറിയ ചേമ്പിൻ്റെ തൈകൾ കുറേ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. അത് നടാൻ വേണ്ടിയിട്ട് ചേമ്പ് എങ്ങനെ നമുക്ക് കൃഷി ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലെ വിത്തുകൾ, നമ്മൾ മുളച്ച വിത്തുകൾ എടുത്ത് മാറ്റി നടാനാണ് പോകുന്നത്. ഇത് ഓരോ തൈകളാക്കി സെപ്പറേറ്റ് ചെയ്താണ് നടുന്നത്. നമ്മൾ വിത്തിന് മുളയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ വിളവെടുക്കുന്ന സമയത്ത് മാറ്റി വെച്ചതായിരുന്നു. അപ്പം മഴ പെയ്തപ്പം എല്ലാം മുളച്ചിട്ടുണ്ട്. ഇനി ഓരോ വിത്തുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിലത്ത് എങ്ങനെ നടാമെന്നുള്ളത് നോക്കാം. നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ചേമ്പുകളാണ്. കുറച്ച് മുളച്ചിട്ടുണ്ട്, ഇനിയും മുളയ്ക്കാനുണ്ട്. കുറേ തൈകൾ പറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വിളവെടുത്താലും അതിൻ്റെ വിത്തുകൾ മണ്ണിലുണ്ടാവും. അത് മഴക്കാലത്ത് ഇതേപോലെ മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് പറിച്ച് അതിന് തടം കൂട്ടി നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ ഉണ്ടാവുകയും ചെയ്യും. വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് തടം ഒരുക്കാം. അപ്പോൾ ഈ ഭാഗത്ത് നിറയെ പുല്ലുകൾ, കളകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറിച്ച് മാറ്റി ഇപ്പോൾ ഈ രീതിയിലേക്ക് മാറ്റണം. ഇപ്പോൾ മഞ്ഞളും ഇഞ്ചിയൊക്കെ നമ്മൾ വെച്ച് കൊടുത്തതാണ്. നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ചേനയാണ്. ചേന മുളച്ച് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ മണ്ണിൽ ഒരു കൂന കൂട്ടി അതിൽ തൈ വെച്ച് മുളപ്പിച്ചെടുത്തതാണ്. മണ്ണ് നമ്മൾ ചെത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ചാല് ഉണ്ടാക്കിയെടുത്തിട്ടാണ്. ഈ ഒരു ചാലിലാണ് നമ്മൾ നമ്മുടെ ചേമ്പ് നടാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ വൃത്തിയാക്കിയ സമയത്ത് കഴിഞ്ഞ തവണ നമ്മൾ നട്ടു കൊടുത്ത കുറച്ച് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾ നമ്മൾ നേരത്തെ നട്ടതിനെ കൊടുത്തതിന് നട്ടു കൊടുക്കാൻ തന്നെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. കുറേ തൈ മുളച്ച മഞ്ഞളാണ്, നല്ല പച്ചമഞ്ഞൾ. നമുക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ള കള്ളിയിലേക്ക് ചേമ്പ് വെച്ച് കൊടുക്കാം. ചേമ്പൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നായിട്ട് ഈ രീതിയിൽ നമ്മൾ മണ്ണിളക്കി എടുത്തിട്ടുള്ള ചാലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ചെറിയ ചേമ്പാണ്. നമുക്കിതിൽ ഇനിയും വളങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം നടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചാണകപ്പൊടി, കുറച്ച് വെണ്ണീര് മിക്സ് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അടുത്ത കള്ളി നമ്മൾ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന മണ്ണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലെയർ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടിയും വെണ്ണീരും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ ലൈനിൽ ഇതേപോലെയാണ് വെക്കുന്നത്. അത് നമ്മൾ നട്ട് കഴിഞ്ഞ് 2 ആഴ്ച ആകുമ്പോഴേക്ക് പുതിയ ലീഫുകളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പം വളം കൂടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടിയും വെണ്ണീരുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത കള്ളി മണ്ണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. നമ്മൾ അടുത്ത ലെയറും ഇതേപോലെ മണ്ണെടുത്ത് തൈകൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത മണ്ണ് നമ്മൾ ആദ്യം നട്ട ചേമ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് മുളച്ച് കിട്ടിക്കോളും. വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ടു വളർത്താവുന്ന ഒരു വിളയാണ് ഈ ചേമ്പ് എന്ന് പറയുന്നത്. പച്ചിലകളാണ് ഇതിൻ്റെ വളങ്ങളായി നമ്മൾ ഇനി കൊടുക്കാറുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 1 മാസമൊക്കെ കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളർന്നു വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ പച്ചിലകൾ ഇട്ടിട്ടൊന്ന് മൂടി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ ഇലകളോ ഒക്കെ നമുക്ക് ഈ ഒരു വിളയ്ക്ക് വേണ്ടിയിട്ട് വളമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ വളം ചെയ്ത് മണ്ണിട്ട് മൂടുന്നുണ്ട്. വളം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമ്മൾ കള്ളിയെടുത്ത് അതിന് മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ ഇത് നട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേ തൈകളുണ്ട് നടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ചേമ്പോ, ചേന, അതേപോലെ മഞ്ഞൾ, ഇഞ്ചിയൊക്കെ നടാനുള്ള സമയമാണ്. എന്തെങ്കിലും തൈകൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിത്തുകൾ ഇതേപോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കിഴങ്ങുകൾ തന്നെ നട്ടു കൊടുത്താൽ അത് മുളച്ച് കിട്ടും.
ഈ ഒരു സമയത്ത് നട്ടുകൊടുത്താൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.